കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച ഷെറിനെ രക്തസാക്ഷിയാക്കി ഡിവൈഎഫ്ഐ പ്രമേയം. കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഷെറിനെ ഉൾപ്പെടെ CPIM തള്ളി പറഞ്ഞിരുന്നു. 2024 ഏപ്രിൽ 5-നാണ് ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനമുണ്ടായി ഷെറിൻ കൊല്ലപ്പെട്ടത്. അന്ന് മറ്റൊരു യുവാവിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാനൂർ മുളിയാത്തോട് അവിടെ ഒരു ആളൊഴിഞ്ഞ ആ സ്ഥലത്തെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിന്റെ ടെറസിന് മുകളിൽ നിന്നാണ് ഷെറിനും മറ്റൊരു യുവാവും കൂടി ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഈ സ്ഫോടനം ഉണ്ടായത്. അന്ന് തന്നെ CPIM ഇതിനെ തള്ളിപ്പറഞ്ഞിരുന്നു. അതിൽ CPIM-ന് പങ്കില്ല, CPIM-ന് വേണ്ടിയല്ല ഈ ബോംബ് നിർമ്മിച്ചത് എന്നതായിരുന്നു ജില്ലാ സംസ്ഥാന നേതൃത്വവും ഒക്കെ അന്ന് വിശദീകരിച്ചത്. പിന്നീട് പാനൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ചില നേതാക്കൾ ഇവരുടെ വീട് സന്ദർശിക്കുകയും ചെയ്തത് വിവാദമാവുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കുന്നോത്തുപറമ്പ് മേഖലാ സമ്മേളനം ഡിവൈഎഫ്ഐയുടെ മേഖലാ സമ്മേളനത്തിലാണ് ആ സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന രക്തസാക്ഷി പ്രമേയത്തിലാണ് ഷെറിന്റെ പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് രക്തസാക്ഷിത്വം വഹിച്ചവരുടെ പേരുകളാണ് ഈ രക്തസാക്ഷി പ്രമേയത്തിൽ ഉണ്ടാവുക. അത്തരത്തിലുള്ള പ്രമേയത്തിലാണ് ഷെറിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അന്ന് ഷെറിനൊപ്പം തന്നെ മറ്റൊരു യുവാവിന് കൂടി ഗുരുതരമായി പരിക്കേൽക്കും. 2 കൈയും തെറ്റുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഞാൻ സൂചിപ്പിച്ച പോലെ CPIM ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ തള്ളിപ്പറഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ രക്തസാക്ഷിയായി ഷെറിനെ